ഗുഡ് മോർണിംഗ് എവരിബഡി. ഇന്ന് ഓഗസ്റ്റ് 4, 2024. ഇന്ന് നമ്മുടെ ധ്യാനത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം പദവിയും ചിഹ്നവും. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 14-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിലെ പ്രകാരം പറയുന്നു: നിങ്ങൾ എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണമെന്നും വിശേഷാൽ സംസാരിക്കുന്നവൻ സഭയ്ക്ക് ആത്മീക വർധന ലഭിക്കേണ്ടതിന് വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ പ്രവചിക്കുന്നവൻ അവനേക്കാൾ വലിയവൻ. പ്രിയരെ, പൗലോസ് അപ്പോസ്തലൻ ഇവിടെ വിവക്ഷിക്കുന്നത് അന്യഭാഷകളിൽ സംസാരിക്കുന്നവർ അവരെന്ത് സംസാരിച്ചാലും അത് സഭയ്ക്ക് ആത്മീക വർധന വരുത്തുന്നതായിരിക്കണം. അങ്ങനെയല്ലെങ്കിൽ പ്രവചനം ചെയ്യുന്നവർ അവനേക്കാൾ വലിയവനായിരിക്കുമെന്നാണ് ഇവിടെ വചനത്തിൽ പറയുന്നത്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പ്രവചനത്തിനാണ് പ്രസക്തി കൊടുക്കുന്നത്, അല്ലെങ്കിൽ പ്രാധാന്യം കൽപ്പിക്കുന്നത്. സഭയിൽ കർത്താവായ ദൈവം നിരവധി വരങ്ങൾ നൽകിയിട്ടുണ്ട്. വരമെന്ന് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ ദാനമാണ്. വിവിധ തരത്തിലുള്ള വരങ്ങളുണ്ട്. ദൈവം എന്തിനാണ് വരം തരുന്നത്? നമ്മെ തന്നെ ഉയർത്താനോ നമ്മുടെ നേട്ടങ്ങൾക്കായി ഈ വരങ്ങളെ ഉപയോഗിക്കാനോ പാടില്ല. പക്ഷേ ഇന്ന് സമൂഹത്തിൽ നമ്മൾ കണ്ടുവരുന്നത് എന്താണ്? വരങ്ങൾ, ഒരുത്തന് അന്യഭാഷാ വരമുണ്ട്, ഒരുത്തിന് പ്രവചന വരമുണ്ട്, ഒരുത്തിന് പാടാനുള്ള വരമുണ്ട്. ഈ വരങ്ങളൊക്കെ നമ്മളിപ്പോൾ സ്വാർത്ഥ ലക്ഷ്യത്തോടെയാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ദൈവം ആഗ്രഹിക്കുന്നില്ല, അത് സ്വാർത്ഥതയുമാണ്. കൊരിന്തിൽ താമസിച്ചിരുന്ന ആളുകൾ ആത്മീക അടയാളങ്ങളും ആയുള്ള ബന്ധത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുവെന്ന് ബൈബിൾ സൂചിപ്പിക്കുന്നു. എന്നിരുന്നാലും ഒരു പദവിയുടെ അടയാളം ആധികാരികമായ ഒരു ആത്മീക വരത്താൽ കെട്ടിപ്പടുത്തതാണ്. അതായിരുന്നു അന്യഭാഷകളിൽ സംസാരിക്കുന്നവരുടെ അത്ഭുതമായ കഴിവ്. അപ്പോസ്തലനായ പൗലോസ് പ്രകാരം പറയുന്നു: എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം അന്യഭാഷകളിൽ സംസാരിക്കുന്നവർ സഭയുടെ ആത്മീയ വർധനയ്ക്ക് വേണ്ടി വ്യാഖ്യാനിക്കണം. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ പ്രവചിക്കുന്നവൻ അവനേക്കാൾ വലിയവനാകും. പൗലോസ് അപ്പോസ്തലന്റെ അഭിപ്രായത്തിൽ കൊരിന്ത്യക്കാർ പൊങ്ങച്ചക്കാരായിരുന്നു. അവർ അവരുടെ നേതാവിനെ പറ്റി വീമ്പിളക്കുമായിരുന്നു. പൗലോസിൻ്റെ പക്ഷക്കാര്, അപ്പല്ലോസിൻ്റെ പക്ഷക്കാര് എന്നൊക്കെ പറഞ്ഞവർ വീമ്പിളക്കും. എന്ന് പറഞ്ഞാൽ അവരുടെ ഗുരുവിൻ്റെ പ്രശസ്തി കണക്കിലെടുത്ത് ആ ഗുരുവിനോടൊപ്പം ചേർത്ത് അവരുടെ പേര് പറയുവാൻ അവർ ആഗ്രഹിച്ചിരുന്നു. എന്ന് പറയുമ്പോൾ അവർ വെറും പൊങ്ങച്ചക്കാരായിരുന്നു എന്നാണ് കൊരിന്തുകാരെ പറ്റി പറയുന്നത്. ഇത് സ്വാർത്ഥതയാണ് എന്നാണ് പൗലോസ് പറയുന്നത്. അന്യഭാഷാ വരം അവിശ്വാസികൾക്ക് ഒരടയാളമാണെന്ന് പൗലോസ് പറഞ്ഞു. ഈ മനോഭാവം തടയാനും പൗലോസ് ശ്രമിച്ചു. അന്യഭാഷാ വരം അവിശ്വാസികൾക്കും പ്രവചനവരം വിശ്വാസികൾക്കും ഉള്ളതാകുന്നു എന്നാണ് വചനത്തിൽ കാണുന്നത്. അതുകൊണ്ട് പ്രവചനം ഒരു അധികാരത്തിൻ്റെ അടയാളമല്ല, മറിച്ച് വിശ്വാസികളെ ദൈവത്തോട് അടുപ്പിക്കാൻ അതിനെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. തെറ്റായ മനോഭാവം ഒരുവനോടുള്ള അവഗണനയിൽ കലാശിച്ചേക്കാം. 1 കൊരിന്ത്യർ 12:21 ഇപ്രകാരം പറയുന്നു: കണ്ണിന് കൈയോട് നിന്നെക്കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും തലയ്ക്ക് കാലുകളോട് നിങ്ങളെക്കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും പറഞ്ഞുകൂടാ. ശരീരത്തിൽ ബലം കുറഞ്ഞവയെന്ന് തോന്നുന്ന അവയവങ്ങൾ തന്നെ ആവശ്യമുള്ളവയാകുന്നു. ശരീരത്തിൽ മാനം കുറഞ്ഞവയെന്ന് തോന്നുന്നവയ്ക്ക് നാം അധികം മാനം അണിയിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ ഈ കുറേ ദിവസങ്ങളായിട്ട് ധ്യാനത്തിന് വേണ്ടി ഈ ശരീരത്തോട് ഉപമിച്ചുകൊണ്ടാണ് സഭയെ നമുക്ക് പ്രസിദ്ധപ്പെടുത്തുന്നത്. അതായത് സഭയിലെ ഓരോ അംഗങ്ങളും, മനുഷ്യ ശരീരത്തിലെ ഓരോ അംഗങ്ങളോട്, ഓരോ
അവയവങ്ങളോട് ആണ് കമ്പയർ ചെയ്യുന്നത്. ഇവിടെ പൗലോസ് പറയുന്നത് കണ്ണ് കൈയോട് നിന്നെക്കൊണ്ട് എനിക്ക് ആവശ്യമില്ലെന്ന് പറയുന്നു. അല്ലെങ്കിൽ തല കാലുകളോട് പറയുകയാണ് നിങ്ങളെക്കൊണ്ട് എനിക്ക് യാതൊരു ആവശ്യമില്ല. അങ്ങനെ അവയ്ക്ക് പറയാൻ പാടുമോ? പറയാൻ പാടില്ല. കാരണം ആ ശരീരത്തിലെ അവരെല്ലാം ആവശ്യക്കാരാണ്. കാലും കൈയും ഒക്കെ ആവശ്യക്കാരാണ്. അതുപോലെ തന്നെ സഭയിലും വിശ്വാസികളിൽ നീ വേണ്ട, അല്ലെങ്കിൽ നീ വേണ്ട, നീ മതി, ഞാൻ മതി എന്ന ഭാവം ഒരു വിശ്വാസിക്കും ഉണ്ടാക്കാൻ പാടില്ല. അത് സ്വാർത്ഥതയായി മാറും. ദൈവം മനുഷ്യന് അല്ലെങ്കിൽ വിശ്വാസിക്ക് വരങ്ങൾ കൊണ്ട് അനുഗ്രഹിച്ചിരിക്കുന്നത് എന്തിനാണ്? സഭയെ വളർത്തുവാൻ. വരങ്ങൾ, അല്ലെങ്കിൽ അന്യഭാഷ വരമുണ്ട്, അല്ലെങ്കിൽ പ്രവചന വരമുണ്ട്, പാട്ടിൻ്റെ വരമുണ്ട്, പ്രാർത്ഥനയുടെ വരമുണ്ട്. ഈ വരങ്ങൾ ഉപയോഗിച്ച് സഭയിലെ വിശ്വാസികളെ വളർത്തുവാനും സഭയെ വളർത്തുവാനും അത് ഉപയോഗിക്കണം എന്നതാണ് അതുകൊണ്ട് വിവക്ഷിക്കുന്നത്. വരമുള്ളവർ മറ്റുള്ളവരെ ആ രീതിയിൽ പ്രോത്സാഹിപ്പിക്കണം. പ്രത്യേകിച്ച് നിങ്ങൾക്കുള്ളതിൽ വ്യത്യസ്ത വരങ്ങൾ ഉള്ളവരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കണം. എനിക്കൊരു വരമുണ്ട്, അപ്പോൾ ഞാൻ മറ്റൊരാൾക്ക് വേറൊരു വരമുണ്ടെങ്കിൽ ആ വരമുള്ളയാളെ പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ അന്യോന്യം വരങ്ങൾ കൊണ്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. അതാണ് പൗലോസ് അപ്പോസ്തലൻ വിവക്ഷിക്കുന്നതും നമ്മുടെ ദൈനംദിന വളർച്ചയ്ക്ക്, ആത്മീക വളർച്ചയ്ക്ക് ഈ അന്യഭാഷാ വരങ്ങളെ സ്വാർത്ഥതയ്ക്കല്ലാതെ, സ്വന്തം ലക്ഷ്യത്തിന് വേണ്ടി അല്ലാതെ, സഭയുടെ വളർച്ചയ്ക്ക്, വിശ്വാസികളുടെ വളർച്ചയ്ക്ക് ഒതക്കത്തക്ക രീതിയിൽ പരിവർത്തനം ചെയ്താൽ അത് വളരെയധികം നമ്മെ സഹായിക്കും. ഗോഡ് ബ്ലെസ് യു.